നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവള് വിശാലിന്റെ ഭാര്യയായപ്പോ വിശാലിന്റെ പേരിലുള്ള കോടിക്കണക്കിന് വിലമതിക്കുന്ന എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിലായി. അതിൽ നിന്ന് ഒരു നയാ പൈസ മറ്റാർക്കും കൊടുക്കാതെ അത് മുഴുവൻ അവൾക്ക് ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം. വിശാല് ജീവിച്ചിരുന്ന അവളുടെ തരികടകളൊന്നും നടക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് വിശാല് മരിക്കണം. അതുകൊണ്ട് അവനെ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ ഓരോ കെണികൾ ഒരുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് ലോക്കൽ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നോ? അവരന്വേഷിക്കുമായിരുന്നല്ലോ. അതാണ് അതിലും വലിയ സംഭവം. ആ സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദന് മുമ്പിൽ ചേച്ചി പരാതിയായിട്ട് ചെന്നതാ. പക്ഷെ അയാളത് വായിച്ചു നോക്കുക പോലും ചെയ്തില്ല. പിന്നല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത് അയാളുടെ ഒത്താശയോടുകൂടിയാണ് എവൾ ഈ കളിയെല്ലാം കളിക്കുന്നതെന്ന്. അതുകൊണ്ടാ സത്യസന്ധമായി ജോലി ചെയ്യുന്ന സാറിനെ വന്നു കണ്ട് പരാതി നൽകി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ചേച്ചി എന്നോട് പറഞ്ഞത്. ഈ അടുത്തിടയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ച CI അരവിന്ദനാണോ? അതെ സാർ, അത് തന്നെ ആള്. സസ്പെൻഡ് ചെയ്ത് വീട്ടിൽ ഇരുത്തണം സാർ. അത് അയാളെ പോലുള്ളവരോട് ചെയ്യേണ്ടത്. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. സോറി സാർ. പിന്നെ സാറേ, നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാ അവളുടെ ഓരോ നീക്കങ്ങളും. പൂക്കളിൽ വിഷം തളിച്ച് ഒരാളെ കൊല്ലാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കോ? ഇല്ലല്ലോ. എന്നാ അവൾ അത് ചിന്തിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ചീറ്റിപ്പോയി. വിശാല് വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി അത് കൈയോടെ പൊക്കി. അതോടെ ആ പെൺകുട്ടി അവളുടെ ശത്രുവായി. ചുരുക്കം പറഞ്ഞ ഞങ്ങളെല്ലാവരും ഇപ്പൊ അവളുടെ ശത്രുക്കളാ. ജാസ്മിൻ എന്ന് പേരുള്ള നല്ലവളായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വരെ അവള് ചെയ്തു. ദൈവഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. അറസ്റ്റ് ചെയ്യാൻ വന്നത് ആ CA അരവിന്ദനായിരുന്നു. ശരി പ്രതാപ, ഞാനത് അന്വേഷിക്കട്ടെ. സർ, ഞങ്ങൾക്ക് അവളെ പേടിക്കാതെ കിടന്നുറങ്ങാൻ കഴിയണം. പ്രലോഭനങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാത്ത ആളാണ് സാറെന്ന് ചേച്ചിക്ക് എനിക്കും ഈ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും അറിയാം. എങ്കിലും പാർവതിയെ സാർ അറസ്റ്റ് ചെയ്ത സാറിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒന്ന് സാറിന് ഞങ്ങൾ തന്നിരിക്കും. അത് കൈക്കൂലിയല്ല, ഞങ്ങളുടെ ഒരു സന്തോഷം. ഇന്ന് തന്നെ സംഭവിക്കുമെന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാറൊന്ന് മനസ്സ് വെച്ചാ അത്രയും നല്ലത്. ഞാൻ വരുന്നുണ്ടെന്ന് പ്രഭാവതിയോട് പറഞ്ഞേക്ക്. മതി, ഇത്രയും കേട്ടാ മതി. എന്നാ പ്രതാപം പൊക്കോട്ടെ പ്ലീസ്. താങ്ക് യു സാർ. താങ്ക് യു. പ്രതാപനെ കാണുന്നില്ലല്ലോ. പോയ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയേണ്ടതാ. DYSPയെ കൺവിൻസ് ചെയ്യിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ മറ്റു വഴികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചേച്ചി, ചേച്ചി, എന്തായി പ്രതാപ? ഞാൻ ഏറ്റ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ ചേച്ചി? കാര്യഗൗരവമുള്ളവൻ പോയ കാര്യസാധ്യം ഒന്ന് കേട്ടിട്ടില്ലേ? എടാ, നിന്നെ സംശയമുള്ളത് കൊണ്ട് ചോദിച്ചതല്ല. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അത്രയേ ഉള്ളൂ. എന്നാ കേട്ടോ, പാർവതിയുടെ ശല്യം ഇന്നത്തോടെ തീരും. എടാ, നീ ഈ പറയുന്നത് സത്യമാണോ? എന്റെ ചേച്ചി, പച്ചയായ സത്യം. നിന്റെ കോള് കാണാതായപ്പോ നമ്മുടെ പ്ലാൻ നടക്കില്ലെന്നാ ഞാൻ കരുതിയത്. ഞാനേ മനഃപൂർവ്വം ഫോൺ ചെയ്യായിരുന്നേ. ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലേ ചേച്ചിയുടെ മുഖത്ത് ഈ സന്തോഷം നേരിട്ട് കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല. പാർവതിയുടെ ഫാൻസുകാരൊക്കെ ഇന്ന് ഇവിടെ നെഞ്ചത്തടിച്ച് കരയും ചേച്ചി. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. അവള് നെഞ്ചത്തടിച്ച് അലമുറയിട്ട് കരയട്ടെ പ്രതാപ. രാധികയും ഗാർഗിയും അമ്മയും ഗോപിയേട്ടനും, പിന്നെ എന്റെ ഒരു ഇളയ സന്തതി ഉണ്ടല്ലോ, അവൻ ഉൾപ്പെടെ നെഞ്ചത്തടിച്ച് തന്നെ കരയണം. അത് കൺകുളിർക്കെ കണ്ട് നമുക്ക് കൈകൊട്ടി ചിരിക്കാം. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത കുട്ടിയാ പാർവതി. അത് താങ്കൾ കണ്ടോ?
ഇല്ലല്ലോ. വിവാഹത്തോടെ നിന്റെ അധീനതയിലായ സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ നീ നിന്റെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതാണ് എനിക്ക് കിട്ടിയ പരാതി. സാർ, അത് കള്ളപ്പരാതിയാണ് സാർ. പാർവതി വിശാലിനെ അപകടപ്പെടുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പൂക്കളിൽ മാരകമായ കെമിക്കൽ സ്പ്രേ ചെയ്ത് വിശാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് എനിക്ക് കിട്ടിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണോ മിസ്റ്റർ ഗോപിനാഥ് പറയുന്നത്? സാർ, വിശാലിന്റെ റൂമിൽ നിന്ന് കിട്ടിയ പൂക്കളിൽ എന്തോ സംശയം തോന്നിയിട്ട് പാർവതി അതെടുത്ത് സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദനെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം അതെടുത്ത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചപ്പോ സ്ലോ പോയിസൺ പോലെ പ്രവർത്തിക്കുന്ന എന്തോ ഒരു കെമിക്കൽ അതിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പാർവതി വിശാലിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയല്ല സാർ ചെയ്തത്. അപകട സാധ്യത തിരിച്ചറിഞ്ഞ് അവനെ രക്ഷിക്കുക ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്റെ 2 ചോദ്യങ്ങൾക്കുത്തരം മിസ്റ്റർ ഗോപിനാഥനും പാർവതിയും നൽകേണ്ടി വരും. ആദ്യത്തെ സംശയം, കെമിക്കലിന്റെ സാന്നിധ്യമുള്ള പൂക്കൾ ഈ വീട്ടിൽ എങ്ങനെ വന്നു? ആ പൂക്കളിൽ കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് പാർവതി എങ്ങനെ തിരിച്ചറിഞ്ഞു? അതാണ് എന്റെ 2ാമത്തെ ചോദ്യം. പാർവതി, പറഞ്ഞു കൊടുക്ക. നിനക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും നീ സാറിനോട് തുറന്നു പറയേ. ആ പൂക്കൾക്ക് മോശം മണമായിരുന്നു. മോശം മണമുള്ള ധാരാളം പൂക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലെല്ലാം കെമിക്കൽ സ്പ്രേ ചെയ്തതുകൊണ്ടാണോ ആ ഗന്ധം ഉണ്ടാവുന്നത്? എന്റെ ദേവി, ഞാൻ എന്താ ഇപ്പൊ മറുപടി പറയാ? എന്റെ ഉദയനൂരമ്മ, പൂക്കളുടെ മരണഗന്ധത്തെക്കുറിച്ച് ജയയുടെ ആത്മാവാണ് പറഞ്ഞു തന്നെന്ന് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്റെ ദേവി? കണ്ടില്ലേ സാറേ, ഒന്ന് മാറിക്കേ സാറേ. സാറിന്റെ ചോദ്യത്തിന് മുന്നിൽ ഇവളുടെ ഉത്തരം മുട്ടി കണ്ടില്ലേ? എന്ത് കള്ളത്തരം പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എടീ, അളിയനെ പാട്ടിലാക്കിയതുപോലെ നിനക്ക് എല്ലാരും പാട്ടിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ടേ? എടീ, സാറ് നിന്നെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.